ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് പോലീസിന് നിർദ്ദേശം. ഉഭയസമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നും കോടതി ചോദിച്ചു. റാപ്പർ വേടനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിക്കാരി കോടതിയിൽ പറഞ്ഞത്. സാമ്പത്തിക ചൂഷണം നടത്തി, വിവാഹ വാഗ്ദാനം നൽകി നിരവധി തവണ പീഡിപ്പിച്ചു. വേടൻ സ്ഥിരം കുറ്റവാളിയാണെന്നും പരാതിക്കാരി കോടതിയിൽ വ്യക്തമാക്കി. മീറ്റു ആരോപണ വേളയിൽ വേടൻ ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ച കാര്യവും പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയെ അറിയിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റുകൾ എങ്ങനെ തെളിവായി സ്വീകരിക്കാനാകുമെന്ന് കോടതി ചോദിച്ചു. ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇതിനു പിന്നാലെയാണ് ജാമ്യാപേക്ഷയിൽ തീർപ്പുണ്ടാകുന്നതുവരെ വേടന്റെ അറസ്റ്റ് തടഞ്ഞത്. കോടതിയിൽ ഇന്ന് കേട്ട് രണ്ട് ഭാഗത്തിനും കേട്ട് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് എന്തും കൂടി കുറച്ചു നേരം കൂടി ആർഗ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ജഡ്ജ് ഇന്ന് നേരത്തെ റേസ് ചെയ്തുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഓറൽ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യരുതെന്ന്. വേടനെതിരെ മുഖ്യമന്ത്രിക്ക് മുൻപിലുള്ള പരാതിയെക്കുറിച്ചും കോടതിയിൽ വാദിഭാഗം ഉന്നയിച്ചു. ക്രിമിനൽ നടപടികളിൽ മുഖ്യമന്ത്രിക്ക് എന്ത് പങ്കെന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും. 2021 മുതൽ 2023 വരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃക്കാക്കര പോലീസാണ് വേടനെതിരെ കേസെടുത്തത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.